നമസ്കാരം. കാലം എത്ര മാറിയാലും സാങ്കേതിക വിദ്യകൾ എത്രത്തോളം വളർന്നെങ്കിൽ കൂടിയും അന്ധവിശ്വാസങ്ങൾക്കും അതുപോലെ പ്രേതം യക്ഷിക്കഥകൾക്കൊന്നും യാതൊരു പഞ്ഞവുമില്ല നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മാത്രമല്ല, പല വികസിത രാജ്യങ്ങളിൽ പോലും ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയൊക്കെ കേന്ദ്രീകരിച്ച് ചുറ്റിപ്പറ്റി ധാരാളം കഥകൾ കേട്ടിട്ടുണ്ടാവും. ഇത്തരം കഥകൾ യാഥാർത്ഥ്യമാണെന്ന് വാദിക്കുന്നവരുമുണ്ട്, അല്ലെന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും അതൊരു തർക്ക വിഷയമാണ്. വൈറ്റ് ഹൗസിനെ ചുറ്റിപ്പറ്റി പോലും അത്തരം പ്രേതകഥകൾ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ അത്തരം ഒരു കാര്യം ചർച്ചകളിലേക്ക് എത്തിക്കുന്നത് ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഒരു ആഗ്രഹമാണ്. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേറു ഇഷിബ തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മാറുകയാണെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതോടെയാണ് അത്തരമൊരു പ്രേതകഥ പ്രചരിക്കുന്നത്. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന പല കഥകളും പൊടിപ്പും തൊങ്ങലും വെച്ച് സോഷ്യൽ മീഡിയയിലും വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. പ്രേതങ്ങളുടെ ഭവനം എന്ന കുപ്രസിദ്ധി നേടിയതാണ് ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ കാൻഡോ. ഈ വസതിയിൽ തങ്ങാൻ ഭൂരിഭാഗം ജപ്പാൻ പ്രധാനമന്ത്രിമാരും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇവിടെ താമസിക്കാൻ പോലും പല പ്രധാനമന്ത്രിമാരും ഭയപ്പെട്ടിരുന്നു. ഔദ്യോഗിക വസതി ദൗർഭാഗ്യം കൊണ്ടുവരും എന്നായിരുന്നു അവരുടെ എല്ലാം വിശ്വാസം. 1936 നടന്ന പട്ടാള അട്ടിമറിയിൽ ധനകാര്യമന്ത്രി അടക്കം ഒട്ടേറെ ആളുകൾ ദുർമരണപ്പെട്ട ഈ വസതിയിൽ പ്രേതങ്ങൾ അലഞ്ഞു നടക്കുന്നതായി ഒട്ടേറെ പേർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. 100 വർഷത്തോളം പഴക്കമുള്ള അതിമനോഹരമായ ഈ കൊട്ടാരത്തെ ചുറ്റിപ്പറ്റി പണ്ട് മുതലേ ഒട്ടേറെ നിഗൂഢതകളുമുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ന നിലയിൽ 1929 കാൻഡോ നിർമ്മിക്കപ്പെട്ടത്. 5783 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ കെട്ടിടം കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചായിരുന്നു നിർമ്മിച്ചത്. അമേരിക്കൻ വാസ്തുശില്പിയായ ഫ്രാങ്ക് ലോയിസ് റൈറ്റ് രൂപകൽപ്പന ചെയ്ത ഇംപീരിയൽ ഹോട്ടലിന്റെ വാസ്തുവിദ്യാ ശൈലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് നിർമ്മിച്ചത്. ജാപ്പനീസ് രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രക്ഷുബ്ധമായ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കെട്ടിടമാണിത്. 1932 അന്നത്തെ പ്രധാനമന്ത്രി സുയോഷി ഇനുക്കായി ഒരു അട്ടിമറി ശ്രമത്തിനിടെ യുവ നാവിക ഉദ്യോഗസ്ഥരാൽ ഇവിടെ വെച്ച് കൊല്ലപ്പെട്ടു. 4 വർഷത്തിന് ശേഷം ഇതേ സ്ഥലത്ത് മറ്റൊരു സൈനിക കലാപം നടന്നു. കലാപത്തിനിടെ 5 പേർ വെടിയേറ്റ് മരിച്ചെങ്കിലും അന്നത്തെ പ്രധാനമന്ത്രി കെയ്സുഗെ ഒഖാഡ ഒരു അലമാരയിൽ ഒളിച്ചിരുന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. രോഷാകുലരായി കാത്തുനിന്ന അക്രമകാരികൾ വെച്ച വെടിയുണ്ടകൾ തറച്ചതിന്റെ പാടുകൾ പ്രവേശന കവാടത്തിൽ ഇപ്പോഴുമുണ്ട്. ആക്രമണത്തിന് പിന്നാലെ ജപ്പാനിൽ പട്ടാള ഭരണവും വന്നു. പട്ടാള അട്ടിമറിയിൽ മരിച്ചവരുടെ ആത്മാക്കൾ കെട്ടിടത്തിൽ അലിഞ്ഞു തിരിയുന്നതായിട്ടാണ് അന്നു മുതൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത്. 1940കളിലും പിന്നീടുള്ള ഏതാനും ദശാബ്ദങ്ങളിലും പ്രധാനമന്ത്രിയുടെ ഈ ഔദ്യോഗിക വസതിയിൽ യാതൊരു നവീകരണവും നടത്തിയിരുന്നില്ല. എന്നാൽ ഇതിനിടയിലും കെട്ടിടത്തിലെ ആഡംബര ഹാളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന പല പ്രതിനിധികൾക്കും വിരുന്നൊരുക്കിയിരുന്നു. US പ്രസിഡന്റ് ജോർജ് W. ബുഷ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ നടന്ന വിരുന്നിൽ പങ്കെടുത്തിരുന്നു. 1992 നടന്ന വിരുന്നിനിടെ ഇവിടെ വെച്ച് ജോർജ് ബുഷിന് നേരിടേണ്ടി വന്ന ഒരു സംഭവം കഥകൾക്ക് കൂടുതൽ ബലം നൽകി. പ്രധാനമന്ത്രി കീച്ചി മിയാസാവയുടെ മടിയിൽ ഛർദ്ദിച്ചതിനു ശേഷം ബുഷ് അന്ന് ബോധം കെട്ട് വീണ ഒരു സംഭവമായിരുന്നു അത്. മുൻ പ്രധാനമന്ത്രി സുതോമു ഹട്ടയുടെ ഭാര്യ യാസുഗോ ഹദ 1996 ഒരു ഓർമ്മക്കുറിപ്പിൽ താൻ വസതിയിൽ കഴിഞ്ഞിരുന്ന സമയത്തെ വിചിത്രമായ ചില അനുഭവങ്ങൾ കുറിച്ചിരുന്നു. രാത്രിയിൽ തനിക്ക് തൻ്റെ വസതിക്കുള്ളിൽ ആരോ കടന്നതായി തോന്നിയെന്നും അവിടെ മുഴുവൻ തിരഞ്ഞിട്ടും ആരും കണ്ടില്ലെന്നും അവർ തൻ്റെ ഓർമ്മക്കുറിപ്പിൽ എഴുതി. പേടിച്ചരണ്ട അവർ പയ്യെ ജനൽ വിരികൾ മാറ്റി നോക്കിയപ്പോൾ രാത്രിയിൽ പൂന്തോട്ടത്തിൽ യൂണിഫോം ഇട്ട സൈനികരെ കണ്ടെന്നും ഉടനടി തന്നെ അവർ അപ്രത്യക്ഷരായെന്നും അവർ കുറിച്ചു. മറ്റൊരു മുൻ പ്രധാനമന്ത്രിയായ യോഷിറോ മോറി താൻ വസതിയിൽ പ്രേതങ്ങളെ കണ്ടതായി ഷിൻസോ ആബെയോട് പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കെട്ടിടം നവീകരിക്കാൻ 8.6 ബില്യൺ യെന്നാണ് പിന്നീട് ജപ്പാൻ മുടക്കിയത്. നവീകരണം 2005 പൂർത്തിയാക്കി മാളികയെ അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് എത്തിച്ചു. ജപ്പാനിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബെ 2012 മുതൽ 2020 വരെയുള്ള തന്റെ രണ്ടാം ടൈമിൽ ഈ മാളികയിലേക്ക് മടങ്ങേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഇതും പ്രേതകഥകൾക്ക് കൂടുതൽ ബലം നൽകി. അതേസമയം എന്നാൽ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മുൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ തന്റെ ഔദ്യോഗിക വസതി സ്വീകരിക്കാൻ മടി കാണിച്ചിരുന്നില്ല. ഔദ്യോഗിക വസതിയിൽ തന്നെ താമസിച്ച അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിലും തനിക്ക് അത്തരത്തിലുള്ള പ്രേതാനുഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നായിരുന്നു അദ്ദേഹം വിവരിച്ചത്. എന്നാൽ നിരന്തര അഴിമതി ആരോപണങ്ങളും വിവാദങ്ങളും മൂലം ജനപ്രീതി ഇടിഞ്ഞതിനെ തുടർന്ന് 2024 കിഷിദോയ്ക്ക് രാജിവെക്കേണ്ടി വന്നിരുന്നു. തുടർന്നാണ് ഇപ്പോഴത്തെ ഭരണാധികാരി ഷിഗേറു ഇഷിബ അധികാരമേറ്റത്. എന്തായാലും തനിക്ക് പേടിയില്ലെന്നാണ് ഷിഗേറു ഇഷിബ പറയുന്നത്. അതേസമയം എന്നാണ് അദ്ദേഹം ഇവിടേക്ക് മാറുക എന്നത് സംബന്ധിച്ച കൃത്യമായ തീയതി ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല.